ഓരോ കരച്ചിൽ കേട്ടാൽ സത്യം തന്നെ തോന്നിപ്പോവും ചെയ്യും. അത് എവിടെ നിന്നാണ് ആ വെള്ളം വരുന്നത്, എവിടെ നിന്നാണ് അതൊക്കെ ഒഴുകി വരുന്നത് അള്ളാഹ്ക്ക് തന്നെ അറിയുള്ളൂ. പച്ച നുണ പറഞ്ഞിട്ടും കരയാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. അവളെ കരച്ചിൽ കേട്ടപ്പോൾ അതന്നെ സത്യാന്നങ്ങ് വിചാരിച്ചു. അത് ടീച്ചർമാരും വിചാരിക്കും, ഭർത്താവും കേട്ടാൽ വിചാരിക്കും, ഉമ്മയും വിചാരിക്കും, നാട്ടുകാരും വിചാരിക്കും കരച്ചിൽ അങ്ങനത്തെ കരച്ചിലായിരിക്കും. ഈ പെണ്ണിങ്ങനെ കരഞ്ഞു, എന്ത് ചെയ്യാനാ? ദാവൂദ് നബി അലൈഹിസ്സലാം അതിൽ മുതിർന്ന പെണ്ണിന് ഈ കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് ഓളതായിരിക്കും. അത്ര കരച്ചിൽ അവൾ കരഞ്ഞിട്ടുണ്ടെന്ന് അതിനർത്ഥം. പിന്നെ പെണ്ണുങ്ങളിൽ മുതിർന്നത് എന്നൊക്കെ പറഞ്ഞത് ചിലപ്പം സംഭവിക്കാൻ വലിയ പ്രയാസമാണ്. നാട്ടുകാർക്കൊക്കെ 5 കൊല്ലാവുമ്പോഴേ ഒരു പെണ്ണിന് 1 കൊല്ലാവുള്ളൂ എന്നാണ്. അപ്പോൾ ഈ മുതിർന്ന പെണ്ണാരാന്നൊക്കെ സമ്മതിക്കാനൊക്കെ ചെറിയ പ്രയാസം. ബസ്സിൽ അങ്ങനെ ഒരു ബസ്സിൻ്റെ സീറ്റ് ഒഴിവായിട്ടേ ഞാൻ ഇരിക്കാന്ന് 2 പെണ്ണുങ്ങൾ തർക്കിച്ചപ്പോൾ കണ്ടക്ടർ പറഞ്ഞത്രയെങ്കിൽ 2 മുതിർന്ന പ്രായം കൂടിയ പെണ്ണോടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ സീറ്റ് പിന്നെ താന്നൂരത്തിന് വരെ കാലിയാന്നാണ്, ആരും ഇരുന്നിട്ടില്ല. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതിർന്നതാരോ ആ മുതിർന്ന ആളിൽ അവളുടെ കയ്യിൽ ഈ കുഞ്ഞിനെ കൊടുത്തുകൊണ്ട് വിധി പറഞ്ഞു പോയി ദാവൂദ് നബി അലൈഹിസ്സലാം. പോകുമ്പോഴാ സുലൈമാൻ അലൈഹിസ്സലാം വഴിയിൽ വരുന്നത്. സുലൈമാൻ അലൈഹിസ്സലാം ചോദിച്ചു, എന്തേ പ്രശ്നം? പറഞ്ഞു, ദാവൂദിനെ പറഞ്ഞത് ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള തർക്കമാണ്. അതാ വലിയ പെണ്ണിൻ്റെതാ, മുതിർന്നവളുടേതാ. സുലൈമാൻ നിൽക്കി അവിടെ നിൽക്കി, ഒരു കത്തി കിട്ടുമോ എന്ന് ചോദിച്ചു. ഒരു കത്തി കിട്ടുമോ? എന്തിനാന്ന് ചോദിച്ചു. ഞാൻ ഈ കുഞ്ഞിനെ 2 പകുതിയാക്കി തരാം, ഓരോ പകുതി ഓരോരുത്തർ കൊണ്ടുപോയാൽ പോരെ. ഇത് പറഞ്ഞപ്പോ മുതിർന്ന പെണ്ണ് മിണ്ടിയില്ല. ഇളയവളായ പെണ്ണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സുലൈമാൻ നബിയെ വേണ്ട വേണ്ട, ആ കുട്ടി അവളുടേതാണ്, എന്തിനാ കുഞ്ഞിനെ കൊല്ലുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിലായി ഒറിജിനൽ ഉമ്മാക്കായി വേദന ഉണ്ടാവുള്ളൂ. പെട്ടെന്നാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. മറ്റേ പെണ്ണ് നാടകം കടിക്കാൻ സമയം കിട്ടിയില്ല. അപ്പോഴേക്കും സുലൈമാൻ അലൈഹിസ്സലാമിന് ബോധ്യപ്പെട്ടു ഈ കുഞ്ഞിൻ്റെ ഉമ്മ ഈ ചെറുപ്പക്കാരിയായ പെണ്ണാണ്. അങ്ങനെ ആ പെണ്ണിനെ കുഞ്ഞിനെ ഏൽപ്പിച്ചു കൊടുത്തു സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം. ഫഫഹംനഹാ സുലൈമാൻ. ചില വിഷയങ്ങളിൽ സങ്കീർണമായ വിഷയങ്ങളെ പരിഹരിക്കാനുള്ള കഴിവ് സുലൈമാൻ അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയിരുന്നുവെന്നാണ്. അങ്ങനെ ഒരു കഴിവുള്ള മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അലിയാർ തങ്ങൾ വലിയ ബുദ്ധികൂർമ്മതയുള്ള മനുഷ്യനാണ്. അസ്ഹാബു സബിയ്യ എന്ന് പറയുന്ന യമനിലെ ഒരു ചരിത്രമുണ്ട്. അസ്ഹാബു സബിയ്യ എന്ന് പറയുന്നത് യമനിലെ ഒരു കിണറുമായി ചുറ്റിപ്പറ്റി കിടക്കുന്ന ചരിത്രമാണ്. ആ കിണറ്റിൽ അന്നത്തെ ചില വളവന്മാർ ഒരു സിംഹത്തെ കൊണ്ടുപോയി പാർപ്പിച്ചു. ആ സിംഹത്തിൻ്റെ മീതെ ഒരുപാട് പുല്ല് നിറച്ചു. എന്നിട്ട് ഏതോ ഒരു സാധു മനുഷ്യൻ അതിലൂടെ നടന്നു വരുമ്പോൾ, നടന്നു വന്നതല്ല, അയാളെ പിടിച്ചു കൊണ്ടുവന്നു. നീ ഇതിലെ നടക്കണമെന്ന് പറഞ്ഞ് നാട്ടുകാര് ആ മനുഷ്യനെ പിടിച്ചു നടത്തി. ആ മനുഷ്യൻ ഈ കിണറ്റിലേക്ക് വീണു. കിണറ്റിൽ വീണപ്പോ സിംഹം അതിൻ്റെ ഉള്ളിലുണ്ട്, ഈ മനുഷ്യനെ കടിച്ചു തിന്നു. ആ മനുഷ്യൻ മരിച്ചു. റസൂലുള്ളാഹി തങ്ങളുടെ പ്രശസ്തമായ ഒരു ഹദീസുണ്ട്, അൽ അജ്മാഉ ജബ്ബാർ. അൽ അജ്മാഉ ജബ്ബാറുൻ എന്ന് പറഞ്ഞ ഹദീസ് ഈ സംഭവത്തെ കുറിച്ച് തങ്ങൾ പറഞ്ഞതാ. ബുദ്ധിയില്ലാത്ത ഈ ഹിംസ്ര ജന്തുക്കൾ ജബ്ബാർ, കരുത്തുള്ള പരമാധികാരമുള്ള ഒരു രാജാവിന് ചെയ്യാൻ പറ്റുന്ന പണി, അല്ലെങ്കിൽ അത്രമേൽ ക്രൂരമായി പെരുമാറാൻ കഴിയുന്ന സാധനമാണല്ലോ ഈ മിണ്ടാപ്രാണികളായ അല്ലെങ്കിൽ ഈ മൃഗങ്ങളും ജന്തുക്കളൊക്കെ. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് വിധി പറയാൻ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു വിധി പറഞ്ഞത് ബിൽ ഖിസാസ് നടപ്പാക്കണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ ആരാണോ ഈ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി നടത്തിയത് ആ മുഴുവൻ ആളുകളെയും തിരിച്ചു കൊല്ലണം എന്ന് പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു. പുണ്യനബി തങ്ങൾ നോക്കി നിന്നു അലി തങ്ങളുടെ ഈ വിഷയം. ഫഅഖറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദൽ ഖളാ. ഈ വിധിയെ നബി തങ്ങൾ അംഗീകരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു മൃഗല്ലേ, അതെന്ത് ചെയ്യാനാ, നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. കാരണം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ബോധ്യത്തോടെ ചെയ്തതാ. അതിൻ്റെ ഉള്ളിൽ മൃഗമുണ്ട്, നിങ്ങൾക്കറിയാം. ഇങ്ങനെയൊക്കെ തമാശ കളിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യൻ്റെ ജീവനെ കൊണ്ട് തമാശ കളിക്കുകയാണോ? ആ മനുഷ്യനെ സിംഹം പിടിച്ചു നിന്നില്ലയോ? അതിന് കാരണക്കാർ ആരൊക്കെയാണോ ഈ തമാശ കളിച്ചത്? മുഴുവൻ ആളുകളെയും തിരിച്ചു കൊല്ലാൻ വേണ്ടി മഹാനായ അലി റളിയല്ലാഹു അൻഹു വിധി പറഞ്ഞു. ആ വിധിയെ നബി തങ്ങൾ അംഗീകരിച്ചു. ഈ സംഭവത്തെക്കുറിച്ച് അസ്ഹാബു സബിയ്യ എന്ന് പറയും. ആ അസ്ഹാബു സബിയ്യത്തിന് മുഴുവനും തിരിച്ചു കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്.
കൊന്നത് മനുഷ്യനല്ല, കൊന്നത് മൃഗമാണ്. പക്ഷേ ആ മൃഗത്തെ കെണിവെച്ച് ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ ആരൊക്കെ കാരണമായോ അവർക്ക് ഇതിൽ പ്രതികളാണെന്ന് അലി റളിയല്ലാഹു അൻഹു വിധി പറഞ്ഞു. അതാണ് അലി റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, റബ്ബേ സങ്കീർണമായ അഊദു ബില്ലാഹി, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബേ പടച്ചവനെ ഒരു വിഷയം വരുമ്പോൾ സങ്കീർണമായ അൽ മുഅദിലാത്ത്, ഉമർ തങ്ങൾ ഉപയോഗിച്ച വാക്കതാണ്. മുഅദിലാത്തായ പ്രയാസമുള്ള വിഷയങ്ങൾ വരുമ്പോൾ എൻ്റെ കൂടെ അലി റളിയല്ലാഹു അൻഹു ഇല്ലെങ്കിൽ പടച്ചവനെ അത്തരം ഒരു വിഷയവും എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരരുതേ, അലിയാരില്ലാതെ എനിക്കതിന് വിധി പറയാൻ പ്രയാസമാകും എന്ന് വരെ ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തിട്ടുണ്ട്. അത്രമേൽ ബുദ്ധികൂർമ്മതയുള്ള മഹാനാണ്. ഹബീബിൻ്റെ പുതിയാപ്പിളയായിരുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായിരുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പുണ്യനബി തങ്ങൾ സ്വഹാബിമാരെ കൊണ്ട് ഇങ്ങനെ വിധി അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് അങ്ങനെ വിധി പറഞ്ഞിട്ടുണ്ട് ഒരു വിഷയത്തിൽ. അംറു ബിൻ ആസ് തങ്ങൾ പറഞ്ഞു, നബിയേ കൈഫ അഖ്ദീ ബൈന യദൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ അങ്ങ് ജീവിച്ചിരിക്കെ അങ്ങയുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ വിധി പറയുകയോ? തങ്ങൾ പറഞ്ഞു, ഇൻ അസബതൽ ഹഖ് അഖറർതുക, അംറു ബിൻ ആസ് നിങ്ങൾ എന്തിനെ പേടിക്കണം, നിങ്ങൾ പറയുന്ന ന്യായം സത്യമാണെങ്കിൽ ഞാനത് അംഗീകരിച്ചു തരും. വഇല്ലം തുസിബ്ഹു റദത്തു അലൈക, ആ വിധിന്യായം ശരിയല്ലെങ്കിൽ ഞാനത് തിരുത്തും. അംറു ബിൻ ആസ് നിങ്ങൾ പേടിക്കേണ്ട, വിധി പറഞ്ഞോളൂ എന്ന് ധൈര്യം കൊടുത്ത് ആഫ്രിക്കയിലേക്ക് ഇസ്ലാമിൻ്റെ പതാകയുമായി കടന്നു വന്ന, ആഫ്രിക്കയിൽ അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ ആദ്യത്തെ മസ്ജിദ് ഉണ്ടാക്കിയ മദീനത്തുൽ ഫുസ്താത്ത് എന്ന് പറയുന്ന ഇന്ന് കൈറോ നഗരത്തിൻ്റെ മധ്യത്തിൽ കിടക്കുന്ന മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ ദർസ് നടത്തിയിട്ടുള്ള പ്രശസ്തമായ പള്ളിയുണ്ട്, മസ്ജിദ് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു. അത് പുതുക്കി പണിതിട്ടുണ്ട്. നാല് മിമ്പറുണ്ട് ആ പള്ളീൻ്റെ ഉള്ളിൽ. ഒന്നിപ്പോൾ കാണുന്നില്ല, 3 ഇപ്പോഴും ഉണ്ട്. ആ 4 മിമ്പറുണ്ടായിരുന്നു. ഇനിയിപ്പോൾ രണ്ടാമത് പുതുക്കി പണിതപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലേ. ഞാനൊരു 2 കൊല്ലം മുമ്പത്തെ കഥയാണ് പറയേണ്ടത്. ആ 4 മിമ്പറിൽ ഓരോ മദ്ഹബ് അനുസരിച്ച് ജുമുഅ നടന്നിരുന്നു. ആ പള്ളിയിൽ ഇമാം ഷാഫിഈ തങ്ങൾ പിന്നെ ദർസ് നടത്തിയിരുന്ന ഒരു സാരിയയുണ്ട്, ഒരു തൂണുണ്ട്. ആ തൂൺ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഷാഫിഈ തങ്ങൾ അവിടെ ഇരുന്നു കൊണ്ടാണ് ദർസ് നടത്തിയിരുന്നത്. ആ പള്ളി നിർമ്മിച്ചത് ആരാന്നറിയോ? ഈ സ്വഹാബിയാണ് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു. മസ്ജിദ് അംറു ബിൻ ആസ്. ആ നാടിനെയാണ് മദീനത്തുൽ ഫുസ്താ. അതിന് ചുറ്റും ഖബറുകളാണ്. ഒരുപാട് മഹാന്മാർ, ആയിരക്കണക്കിന് മഹാന്മാർ അന്ത്യവിഷമം കൊള്ളുന്ന ഖബറിസ്ഥാൻ കൈറോ നഗരത്തിൻ്റെ മധ്യത്തിലാണ്. ഇപ്പോൾ കുറേ ഖബറിസ്ഥാനിലൂടെ കുറേ പുതിയ പാലങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കുറേ ബ്രിഡ്ജുകളൊക്കെ ഖബറിൻ്റെ മുകളിലൂടെയൊക്കെ വന്നിട്ടുണ്ട്. വലിയ ഖബറിസ്ഥാനാണ്. ഇമാം ഷാഫിഈ തങ്ങളൊക്കെ കിടക്കുന്നതിൻ്റെ ഒരു പരിസരത്താണ്. അവിടെയാണ് ഇബ്നു ദഖീഖിൽ ഈദ് റളിയല്ലാഹു അൻഹു കിടക്കുന്നത്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ അവിടെ ഉണ്ട്. ഒരുപാട് മഹാന്മാരുണ്ട്, ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ കിടക്കുന്ന വലിയൊരു പ്രദേശമാണ് കൈറോയുടെ നഗരഭാഗം, അതിൻ്റെ ഹൃദയഭാഗം. അവിടെയാണ് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മസ്ജിദ് ഉള്ളത്. മസ്ജിദ് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു. ഇരിക്കട്ടെ, മഹാനായ അംറു ബിൻ ആസ് തങ്ങളോട് തങ്ങൾ പറയാ, അംറു ബിൻ ആസ് നിങ്ങളാണ് ഈ വിഷയത്തിൽ വിധി പറയേണ്ടത് എന്നൊരു വിഷയം വന്നപ്പോൾ നബി തങ്ങളോട് അംറു ബിൻ ആസ് എന്ന് പറഞ്ഞു, ഹബീബേ കൈഫ അഖ്ദി ബൈന യദൈക യാ റസൂലല്ലാഹ്, അങ്ങ് എൻ്റെ മുമ്പിലുണ്ടായിരിക്കെ ഞാൻ വിധി പറയുകയോ? നോക്കണം, ഹബീബാ നബി തങ്ങൾ അവിടുത്തെ അസ്ഹാബുകളെ, അനുചരന്മാർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇൻ അസബ്ത ഹഖൻ അഖറർതുഹു അലൈക, നിങ്ങൾ പറയുന്ന ന്യായം സത്യമാണെങ്കിൽ ഞാനത് അംഗീകരിക്കും, അന്യായമാണോ ഞാനത് തള്ളിക്കളയും. അതുകൊണ്ട് നീ പേടിക്കേണ്ട അംറു ബിൻ ആസ്, നിങ്ങൾ പറഞ്ഞോളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുകൊണ്ട് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് വിധി പറയിപ്പിച്ചിട്ടുണ്ട്. അൽ ഖുദാതു സലാസ, 3 തരത്തിൽ വിധി പറയുന്ന ആളുകൾ 3 വിഭാഗമാണ്. ഖാദിയാനി ഫിന്നാരി വഖാദിൻ ഫിൽ ജന്നഹ, അതിൽ 2 പേര് നരകത്തിലാണ്, ഒരാൾ സ്വർഗത്തിലാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു. ആ ഖാദിമാരിൽ നരകത്തിലേക്ക് പോകുന്ന ഖാദി എന്ന് പറയുന്നത് ഖാദിൻ ജഹില ഫഖദാ അലാ ജഹലിൻ ഫഹുവ ഫിന്നാർ, കേസ് പഠിക്കാതെ വിധി പറഞ്ഞു, അറിവില്ലാതെ വിധി പറഞ്ഞു, കാര്യങ്ങൾ ബോധിക്കാതെ വിധി പറഞ്ഞു, അയാൾ നരകത്തിലാണ്. വഖാദിൻ അറഫൽ ഹഖ
ഫഖാലഫഹു ഫഖദാ ബിഖിലാഫിൽ ഹഖ് ഫഹുവ ഫിന്നാർ. ഇത് സത്യം, ഇതിനെതിരാണെന്ന് കാലിക്ക് ജഡ്ജിന് 100% ബോധ്യമുണ്ട്. കൈക്കൂലി വാങ്ങിച്ചിട്ടോ പാരിതോഷികങ്ങൾ കൈപ്പറ്റിയിട്ടോ സ്വാധീനങ്ങൾക്ക്, പ്രലോഭനങ്ങൾക്ക്, പ്രകോപനങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടോ ന്യായവും സത്യവും ബോധ്യപ്പെട്ടിട്ടും അതിനനുകൂലമായി വിധി പറയാതെ സത്യത്തെ മൂടിവെച്ചിട്ടുള്ള കാലിമാർ, അത്തരം ജഡ്ജിമാരും വിധി പറയുന്നവരും നരകത്തിലാണ്. ഖാദിൻ അറഫൽ ഹഖ്ഖ ഫഖളാ ബിഹി ഫഹുവ ഫിൽ ജന്നah. ന്യായം മനസ്സിലാക്കുകയും മനുഷ്യരുടെ വാക്കുകളും സംഭവങ്ങളും വിഷയങ്ങൾ പഠിച്ചതിന് ശേഷം അവിടെ ന്യായമെന്ത് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അതിൽ ന്യായം കൊണ്ട് വിധി പറയുന്ന ആളുകൾ അവർ മാത്രമേ സ്വർഗത്തിലുള്ളൂ. ആ വിഭാഗം ഒന്നേ ഉണ്ടാകൂ. നേരത്തെ പറഞ്ഞ രണ്ടും നരകത്തിലാണ്, ഒരാൾ മാത്രമാണ് സ്വർഗത്തിലുള്ളത്. മൻ വലിയൽ ഖളാ ഫഖദ് ദബഹ ബിഗൈരി സിക്കീൻ. അതുകൊണ്ട് നബി തങ്ങൾ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അധികാരം ഒരാൾ ഏറ്റെടുക്കുമ്പോൾ കത്തിയില്ലാതെ അയാൾ മുറിക്കുകയാണ്. അധികാരം എന്ന് പറയുന്ന വിഷയമാണ്. അത് ലഹരിയായിരിക്കാം, പക്ഷെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അതൊരു വലിയൊരു ഉത്തരവാദിത്തമാണ്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിധിന്യായത്തെക്കുറിച്ച് പറഞ്ഞ വിഷയം പറയുന്നുണ്ട്. ഇന്നമാ അന ബശറും മിഥ്ലുക്കും വ അൻതും തഖ്തസിമൂന ഇലയ്യ. ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, ഞാനൊരു മനുഷ്യനാണ്. നിങ്ങൾ എന്നോട് പ്രശ്നങ്ങൾ വന്ന് പറയുമ്പോൾ ലഅല്ല ബഅദകും അൻ യകൂന അൽഹന ബിഹുജ്ജതിഹി മിൻ ബഅദ്. ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞ് സമർത്ഥിക്കാൻ കഴിയും, ചിലർക്ക് കരയാൻ കഴിയും, ചിലർക്ക് നാടകം കളിക്കാൻ അറിയും. ചില ആളുകൾ അങ്ങനെ എൻ്റെ മുമ്പിൽ വന്ന് പറയുകയും ഫഅഖ്ദീ ലഹു അലാ നഹ്വി മാ അസ്മഅ, ഞാൻ കേട്ടതിനനുസരിച്ച്, എൻ്റെ മുമ്പിൽ പറഞ്ഞതിനനുസരിച്ച് ഞാൻ അവർക്ക് അനുകൂലമായി വിധി പറയുകയും ചെയ്താൽ ഫഇന്നമാ അഖ്തതിഉ ലഹു ജംറൻ മിനന്നാർ, നരകത്തിൻ്റെ ഒരു തീ കഷ്ണമാണ് ഞാൻ അവർക്ക് വിധിച്ചു കൊടുക്കുന്നത് എന്ന് ഓർമ്മ വേണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സാക്ഷി പറയുന്നത് അന്യായമായിട്ട് നുണയായി കോടതിയുടെ മുമ്പിൽ സാക്ഷി പറയുന്ന ആളുകളൊന്ന് ശ്രദ്ധിക്കണേ. വൻപാപങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റിരിക്കുകയും എന്നിട്ട് ഒരുപാട് നേരം അലാ വഖൗലസ്സൂർ, കാണാത്ത കാര്യത്തെക്കുറിച്ച് ഞാനതിന് സാക്ഷിയാണ് എന്ന് ഒരു കോടതിക്ക് മുമ്പിലോ ഒരു സംഘമാളിൻ്റെ മുമ്പിലോ മസ്ലഹത്ത് നടത്തുന്ന ആളുകളുടെ മുമ്പിലോ വന്ന് നുണയായി സാക്ഷി പറയുന്ന ആളുകളെ പേടിക്കണേ. അലാ വഖൗലസ്സൂർ, നുണ പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യുന്നതും വൻപാപങ്ങളിൽ വൻപാപമാണ് എന്ന് തങ്ങൾ നിർത്താതെ പറഞ്ഞപ്പോൾ സ്വഹാബിമാര് പറഞ്ഞത്രേ ലൈതഹു സകത്, ഹബീബായ നബി തങ്ങളൊന്ന് നിർത്തിയാൽ മതിയായിരുന്നു, നബി തങ്ങളൊന്ന് നിർത്തിയാൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുവോളം. അലാ വഖൗലസ്സൂർ, കാണാത്ത കാര്യം ഞാനതിന് സാക്ഷിയാണെന്ന് പറയുന്നത്. ചെയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, നീ അത് പറഞ്ഞിട്ടുണ്ട്, പറയാത്തതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും അതിന് താൻ സാക്ഷിയാണെന്ന് പറയുകയും ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഖൗലുസ്സൂർ. ഇതൊക്കെ വലിയ വിഷയമാണോ ഇന്നത്തെ നാട്ടിൽ? ഇതൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? എന്തിനാ തൊട്ടതിനും പിടിച്ചതിനൊക്കെ കേസാണ്. കോടതിയിൽ പോവുക, പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുക, കുടുംബ കോടതിയിൽ, നാട്ടുകോടതിയിൽ മുഴുവൻ കേസുകളാണ്. അതിൽ പലതും പച്ചനുണകൾ. ന്യായമുണ്ടായിട്ടാണോ? അലാ ഉഖ്ബിറുകും ബി അക്ബരിൽ ഖബായിർ, 3 തവണ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. വൻപാപങ്ങളിൽപ്പെട്ട വൻപാപം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, നബിയേ, വൻപാപങ്ങളിൽ ഏറ്റവും ഗുരുതരമായ പാപങ്ങൾ അതങ്ങ് പറഞ്ഞു തരുമ്പോഴല്ലയോ ഞങ്ങൾക്കത് ശ്രദ്ധിക്കാൻ കഴിയൂ, ഞങ്ങൾക്കത് ചെയ്യാതിരിക്കാൻ പറ്റൂ? പറഞ്ഞു തരൂ നബിയെ. ഖാല അശ്ശിർകു ബില്ലാഹ്, അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കലാണ്. പടച്ചവന്റെ റുബൂബിയത്തിനെ, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിനെ ആർക്കെങ്കിലും ചാർത്തിക്കൊടുക്കുന്നത്.
ഇലാഹായി പടച്ച തമ്പുരാന്റെ സിഫാത്തുകൾ, അള്ളാഹുവിൻ്റെ ഔസ്വാഫുകൾ, അള്ളാഹു തആലയുടെ വിശേഷണങ്ങൾ ഒരു മനുഷ്യനോ ഒരു ജിന്നിനോ ഒരു ശൈത്വാനിനോ ഒരു മലക്കിനോ ആർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് അത് ശിർക്കാണ്. അല്ലാഹു അലീമും ബിദാത്തിസ് സുദൂർ, അല്ലാഹു ഖബീറാൻ, അല്ലാഹു ലതീഫാൻ, അല്ലാഹു ജബ്ബാറാൻ, അല്ലാഹു ഖവിയാൻ. അല്ലാഹുവിൻ്റെ സിഫത്തുകൾ ലാ മഹ്ദൂദ്, ഒരിക്കലും അതിരുകളില്ലാത്ത സിഫത്തുകളാണ്. മനുഷ്യരിൽ ആലിമീങ്ങളുണ്ട്, അള്ളാഹിൻ്റെ ഇൽമും മനുഷ്യരുടെ ഇൽമും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. അള്ളാഹുവിൻ്റേതുപോലെ കഴിവുള്ളത് വേറെ ആർക്കെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് ശിർക്കാണ്. അത് ഗുരുതരമായ വിഷയമാണ്. കറാമത്തിനെ കുറിച്ചോ മുഅ്ജിസത്തിനെ കുറിച്ചോ അല്ല നമ്മൾ ഈ പറയണത്. പടച്ച തമ്പുരാനുള്ള ഉലൂഹിയത്ത്, അള്ളാഹു ആരാ? ആ പടച്ചവനെ പോലെ അള്ളാഹിൻ്റെ പടപ്പുകളിൽ ആരുണ്ടെന്ന് പറഞ്ഞാലും ഷിർക്കാണ്, ഗുരുതരമായ തെറ്റാണ്. തൗബ ചെയ്ത് മടങ്ങിയാലേ അള്ളാഹു പുറത്തു തരുന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അലാ ഉഖ്ബിറുക്കും ബി അക്ബരിൽ കബായിർ, വൻപാപങ്ങളിൽപ്പെട്ട വൻപാപം ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞ് നിബിതങ്ങൾ ആദ്യം പറഞ്ഞത് അശ്ശിർക്കു ബില്ലാഹ്. രണ്ടാമത് പറഞ്ഞത് എന്താണെന്നറിയുമോ? എന്താ രണ്ടാമത് പറയുന്നത്? വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത്. മാതാപിതാക്കൾ അള്ളാഹു നമുക്ക് തന്ന നിയമമാണ്, അവരോടുള്ള കടപ്പാട് നമ്മൾ ചെയ്യണമെന്ന്. അവരോടൊരു കടപ്പാട് പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മക്കളോട് നല്ല നിലയ്ക്ക് പെരുമാറണം, മക്കളോട് അനീതി ചെയ്യരുത്, ആൺമക്കളെയും പെൺമക്കളെയും വേർതിരിച്ച് കാണരുത്. അത് വാപ്പാര് ചെയ്യേണ്ട പണിയാണ്. ഇനി അവരത് ചെയ്തില്ല എന്ന് വിചാരിക്കുക, മക്കൾ വാപ്പയോട് ഉമ്മയോട് നല്ല നിലയ്ക്കേ പെരുമാറാൻ പാടുള്ളൂ. ഇതുപോലെ നിസ്കരിക്കണം എന്ന് പറഞ്ഞില്ലേ, ആ പള്ളി കമ്മിറ്റിക്കാരനോട് നമുക്ക് ഒരു യോജിപ്പുണ്ടാവില്ല. അവിടുത്തെ ഖജാൻജി, സെക്രട്ടറി, പ്രസിഡന്റ് ഇതൊന്നും നമ്മൾ അംഗീകരിക്കണേ ഉണ്ടാവില്ല. എന്ന് ചോദിച്ചിട്ട് നിസ്കരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ നിസ്കരിക്കൂല, അത് പറ്റുമോ? അവർ ചെയ്യേണ്ട പണി അവർ ചെയ്തോട്ടെ. നമുക്ക് നിസ്കാരം നിർബന്ധമാണ്. അള്ളാഹുവിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഏത് മസ്ജിദാണ്? അള്ളാഹുവിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട മസ്ജിദിൽ കയറി നമ്മൾ നിസ്കരിക്കുന്നു. ആ പള്ളിയോ അതിൻ്റെ അനുബന്ധ കാര്യങ്ങളോ ചെയ്യുന്ന ആൾക്കാരോ കമ്മിറ്റിയോ ഒന്നും നമുക്ക് പിടിച്ചോളണമെന്നില്ല. അള്ളാഹുക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട പള്ളിയല്ലേ, നമ്മൾ നിസ്കരിക്കുന്നു. പള്ളി കമ്മിറ്റിക്കാരെ ഇഷ്ടപ്പെട്ടാൽ തന്നെ നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? എന്നതുപോലെ മാതാപിതാക്കൾ ഇന്നോടും ഇങ്ങോട്ടും നല്ല നിലയ്ക്ക് പെരുമാറിയാൽ മാത്രമേ ഞാൻ അങ്ങോട്ടും ഉമ്മാനെ വാപ്പാനെ നോക്കുള്ളൂ. ഇതല്ല പറയേണ്ടത്. ഉമ്മയെ വാപ്പയെ നോക്കേണ്ടത് മക്കളുടെ ബാധ്യത. ഇത് പറയുമ്പോൾ ഉമ്മാരും വാപ്പാരും വല്ലാണ്ടങ്ങ് തലയിൽ കയറരുതേ. മക്കളെ ചവിട്ടി തേച്ചിട്ടും അവരെ വെറുപ്പിച്ചിട്ടും അവരോട് വെറുപ്പുണ്ടാക്കുന്ന പെരുമാറിയിട്ടും ഇതൊക്കെ ചെയ്താൽ ഉസ്താദിൻ്റെ വേള കെട്ടില്ലേ എന്ന് പറയാൻ നിൽക്കണ്ട. പണ്ടത്തെ കാലത്തെ മക്കളല്ല ഇപ്പോഴത്തെ കാലത്തെ മക്കൾ, അത് ഓർമ്മ വേണം. അതുകൊണ്ട് മാതാപിതാക്കളും നല്ല നിലയ്ക്ക് മക്കളോട് പെരുമാറണം. പക്ഷെ മക്കളോട് പറയാണ്, മാതാപിതാക്കൾ എങ്ങനെയാണെങ്കിലും അവരോട് നല്ല നിലയ്ക്ക് പെരുമാറാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇങ്ങോട്ട് നന്നാവട്ടെ എന്ന് ചിന്തിക്കാൻ പാടില്ല. എൻ്റെ ഉമ്മയാണ്, എൻ്റെ ഉപ്പയാണ്, സ്വർഗത്തിൻ്റെ വാതിലുകളാണ്. ചെറിയ മോൻ ഉമ്മാനെ വാപ്പാനെ നോക്കിക്കോട്ടെ, അങ്ങനെ സംഭവമല്ല. എല്ലാ മക്കൾക്കും ബാധ്യതയാണ് ഉമ്മാനെ വാപ്പാനെ നോക്കൽ. മൂത്തോരൊക്കെ പോവുക, എനിക്കല്ലേ പെര കിട്ടണത്, ഈ നോക്കിക്കോ. ഇപ്പോൾ ആരുണ്ടാക്കിയ നിയമമെന്നല്ല ചെറിയാൾക്ക് പെര കൊടുക്കണം എന്നുള്ളത്. നാട്ടിലുണ്ടാക്കിയ നിയമമല്ലേ ഇത്? അള്ളാൻ്റെ കിതാബിലുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ പറയും ചെറിയ മോൻ ഓരോ പെണ്ണുങ്ങൾ നോക്കിക്കോട്ടെ, ഓനല്ലേ പെര കിട്ടാൻ പോണത്, ഞങ്ങൾ പിന്നെ വേറെ പോകുന്നില്ലേ? അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഉമ്മ തന്നെയല്ലേ, നിങ്ങളുടെ വാപ്പല്ലേ. നിങ്ങൾ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഖിദ്മത്ത് ചെയ്യണം. പ്രത്യേകിച്ച് അവർക്ക് വാർദ്ധക്യം വരുമ്പോൾ ഇത് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇതൊന്നും സ്കൂളിൽ നിന്ന് കിട്ടൂല, ഇതൊന്നും കോളേജിൽ പോയാലോ ഡിഗ്രി എടുത്താലോ ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. ഇത് ദീനേ പറഞ്ഞു തരുള്ളൂ. വൻപാപങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ തങ്ങൾ പറയാണ്, വൻപാപങ്ങളിൽ ഒന്നാമത്തേത് ഷിർക്കാണ്, രണ്ടാമത്തേത് മാതാപിതാക്കളുടെ മനസ്സിനെ വേദനിപ്പിക്കലാണ്. അല്ലാഹ്, സംഭവിച്ചു പോയ തെറ്റുകളുണ്ടെങ്കിൽ അവരോട് മാപ്പിനെ ചോദിക്കുക. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. പിന്നൊരു കാര്യമുണ്ടേ, തെറ്റൊക്കെ ചെയ്തിട്ട് ഉമ്മ പുറത്തു തരണേ എന്ന് പറഞ്ഞ് കാലൊക്കെ വീണിട്ട് ഉമ്മാനോട് പൊറുക്കലിനെ ചോദിച്ചാൽ ഒരുപക്ഷെ ഉമ്മ പുറത്തു തന്നു എന്ന് വരും. ഉമ്മ പുറത്തു തന്നു എന്ന് വിചാരിച്ചാൽ അള്ളാഹ് അത് പൊറുക്കണമെന്ന് നിർബന്ധമല്ല. അത് മനസ്സിലാക്കണം. മനുഷ്യന്മാരോട് ദുൽമ ചെയ്യുക. ഇവിടെ ഹജ്ജിന് ഉംറയ്ക്കോ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു നാടകം പോയിട്ട് വന്നിട്ട് കാണിച്ചു തരാം. ആ സമയത്ത് ഇങ്ങനെ പറയും, എന്നാ പുറത്തരണേ, പിന്നെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പാക്കി തരണേ. ഇപ്പോൾ ടെക്സ്റ്റ് വിടലാണ്, നേരിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ ഇങ്ങനെ എഴുതി വിടും. അപ്പോൾ കാണുന്ന ഒരു വിഷയം, ഇനി ഒരാൾ പുറത്തു കൊടുത്തു എന്ന് വിചാരിക്കുക. നിങ്ങൾ കാര്യമായൊരു മനുഷ്യനെ ദ്രോഹിച്ചു, വല്ലാണ്ട് പ്രയാസപ്പെടുത്തി, കല്യാണം നടക്കാതെ വിഷമിച്ചിരിക്കുമ്പോൾ ആ കുട്ടീൻ്റെ കല്യാണം മുഴുവൻ അങ്ങാടി നിന്നും മുടക്കി വിട്ടിട്ടുണ്ട്.
ഇതൊക്കെ പടച്ചോൻ പുറത്തരണമെന്ന് ഒരു നിർബന്ധമല്ലേ? ആ മനുഷ്യൻ്റെ വിശാല മനസ്സുകൊണ്ട് അയാൾ പുറത്തു തന്നേക്കാം, പക്ഷെ അള്ളാഹു പൊറുക്കണമെന്ന് നിർബന്ധമല്ല. അള്ളാഹുവിന് അതിൻ്റെ പേരിൽ നിങ്ങളെ ശിക്ഷിക്കാൻ അവകാശമുണ്ട്. നമ്മൾ പറയില്ലേ പുറത്തെടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാ ദുൽമും ചെയ്തിട്ട് നമ്മൾ പുറത്തെടുത്ത് പോലും ഇങ്ങനെ വിലസേ അവർക്ക് ഇങ്ങനെ റഹ്മത്ത് ചെയ്യണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, നിങ്ങൾ പുറത്തു കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഖൈർ അല്ലാഹു തരും. അത് വലിയൊരു ഹസനത്തിൽ വലിയൊരു നന്മയാണ്. നമ്മളോട് ദുൽമ ചെയ്തവർക്ക് നമ്മൾ മാപ്പാക്കി കൊടുക്കാൻ നമ്മൾ പുറത്തു കൊടുക്കും. അല്ലാഹു പൊറുക്കുമോ? പൊറുക്കണം നിർബന്ധമല്ല, അത് അള്ളാഹിൻ്റെ തീരുമാനമാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക? തോന്നിവാസം പറയാം, മനുഷ്യന്മാരെ പറ്റി ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറഞ്ഞ് നടക്കുക, എഴുതി വിടുക, പാച്ചത്തെറി അഭിഷേകം ചെയ്യുക, അങ്ങനത്തെ വീഡിയോകൾ ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ട് അവസാനം കുറച്ച് നേരം കഴിഞ്ഞ് എല്ലാവരും മാപ്പാക്കണേ, ഞാൻ എല്ലാവരും പരസ്യമായി മാപ്പ് ചോദിക്കുകയാണ്. ഇനി ഒരു പുറത്ത് തരാതിരിക്കുക. പുറത്ത് തന്നാൽ പോലും നിങ്ങളാ ചെയ്ത ഗീബത്തും നമീമത്തും അള്ളാഹുവിനോടും കൂടെ ചെയ്ത തെറ്റാണ്. അത് അള്ളാഹുവാണ് പുറത്തരേണ്ടത്. മനുഷ്യനോടുള്ള ഹഖൂഖുകൾ മനുഷ്യന് പുറത്തു തരാം, പക്ഷെ ആ തെറ്റ് അതേസമയം അള്ളാഹുവിനോടും കൂടെ ചെയ്ത തെറ്റാണ്. അത് അള്ളാഹു പുറത്തു തരണമെങ്കിൽ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള വിഷയങ്ങളിൽ പ്രത്യേകിച്ച് മക്കൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. പടച്ചതമ്പുരാൻ വെച്ച കടപ്പാടാണിത്, അള്ളാഹു വെച്ച കടപ്പാടാണ്. അതുകൊണ്ട് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കരുത്, അവരെ പ്രയാസപ്പെടുത്തരുത്. മാതാവും പിതാവിനെ കുറിച്ച് പറഞ്ഞു, ഔസതു അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകളിൽ ഏറ്റവും മധ്യത്തിലുള്ള വാതിലാണ് നിന്റെ വാപ്പ. ആ വാതിലിലൂടെ നിനക്ക് കടക്കണോ? വേണമെങ്കിൽ നീ കടന്നു. വേണമെങ്കിൽ നിർത്തിക്കോ, അല്ലെങ്കിൽ കളഞ്ഞോ. ഇത് നിന്റെ സ്വർഗത്തിന്റെ വാതിലാണ്. വാപ്പയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയെക്കുറിച്ച് പറഞ്ഞു, ആ ഉമ്മാന്റെ കാലിന്റെ താഴെ നിനക്ക് സ്വർഗമുണ്ട്. ഇൽസംഹാ ഫഇന്നൽ ജന്നത തഹ്ത ഖദമൈഹാ. അത് ഹദീഥാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അങ്ങനെ ഒരു വാക്ക് ഹദീത്തില്ല എന്നത് ശരിയാണ്, പക്ഷെ ആശയം ഹദീഥാണ്. അൽ ജന്നത്തു മുബ്തദി ഖബറുള്ള ആ ഒരു വാക്ക് ഹദീത്തിലില്ല. ഹദീത്തിലുള്ളത് എന്താ? ഇൽസംഹാ ഫഇന്നൽ ജന്നത തഹ്ത ഖദമൈഹാ. അതിന്റെ അർത്ഥം നമ്മളുടെ കയ്യിൽ കാലിന്റെ ഇവിടെ സ്വർഗ്ഗമാണെന്നാണ്. പക്ഷെ വാക്ക് പറയുമ്പോൾ മുതല്ലിമീങ്ങളോട് പറയാം, നമ്മൾ എന്ത് പറയും? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് ഖാല റസൂലുള്ളാഹി എന്ന് പറയുന്നൊക്കെ ഉണ്ട്. ഹദീത്ത് ഉണ്ടോ? എനിക്കറിയില്ല, എൻ്റെ അറിവ് പ്രകാരം ഇല്ല എന്നാണ്. മഅന ഹദീഥാണ്, ആ വാക്ക് ഹദീത്തല്ല. ഇൽസംഹാ ഫഇന്നൽ ജന്നത തഹ്ത ഖദമൈഹാ. തങ്ങളോട് ജിഹാദിന് വേണ്ടി സമ്മതം ചോദിക്കാൻ വന്ന യമനിയായ ഒരു സഹാബിയോട് തങ്ങൾ പറഞ്ഞ വാക്കാണത്. ഉമ്മൻ്റെ അടുത്തേക്ക് പോയിക്കോ, ആ ഉമ്മൻ്റെ കാലിൻ്റെ താഴെ സ്വർഗമുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രസവിക്കുമ്പോൾ ഉമ്മമാരെ ഓർക്കുന്നുണ്ട്, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നിങ്ങളുടെ കാലിൻ്റെ കീഴെ അള്ളാഹു സ്വർഗം കൊണ്ടുവെക്കുന്നുണ്ട് എന്ന്. നമ്മൾ ലേബർ പെയിൻ, പ്രസവത്തിൻ്റെ വേദന, ആശുപത്രി കിടക്കുമ്പോൾ തന്നെ അതിൻ്റെ വേദന ഇപ്പുറത്തുള്ളവൾ ചീർന്നുണ്ടാവും, ഇപ്പുറത്ത് വേറൊരു ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ടാവും, അവിടെ നേഴ്സുമാർ വന്ന് സൂചി കുത്തി പോകുന്നുണ്ടാവും. ഇതിനിടയ്ക്ക് പടച്ചവനെ എൻ്റെത് എപ്പോഴാണാവോ എന്ന് പേടിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് പ്രസവിക്കുന്ന നേരത്ത് പോലും ഒരു ഉമ്മ എന്ന് പറയുന്നത്. അങ്ങനെ പ്രസവത്തോടുകൂടെ ഒരു ഉമ്മയുടെ മഹത്വം ഒരു പെണ്ണിന് കിട്ടുമ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടോ ഉമ്മമാരെ, നിങ്ങളുടെ കാലിൻ്റെ താഴെ സ്വർഗമുണ്ട് എന്ന മഹത്വത്തിലേക്ക് അള്ളാഹു നിങ്ങളെ ഉയർത്തുകയാണ്. അത് വാപ്പാനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെന്നാണ്. വാപ്പ സ്വർഗത്തിൻ്റെ വാതിലാണെന്ന് പറഞ്ഞു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽസംഹാ ഫഇന്നൽ ജന്നത തഹ്ത ഖദമൈഹാ അലാ ഉഖ്ബിറുക്കും ബിഅക്ബരിൽ കബായിർ. വൻപാപങ്ങളിൽപ്പെട്ട വൻപാപങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നത് വൻപാപമാണ്. അത് തൊട്ടുമുമ്പ് പറഞ്ഞു അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിന് കിട്ടുന്ന, അള്ളാഹുവിന് വകവെച്ചു കൊടുക്കേണ്ട ആരാധ്യനായ പടച്ചവൻ, ഇലാഹായ പടച്ചവൻ, മഅബൂദും ബിഹഖായ അള്ളാഹു, ആ റബ്ബിൻ്റെ സിഫത്തുകളോ അള്ളാഹുവിൻ്റെ അവകാശപ്പെട്ട റബ്ബിൻ്റെ വിശേഷണമോ ആർക്കെങ്കിലും ഉണ്ട്, ഒരു സിഫത്തെങ്കിലും ഒരു മനുഷ്യനോ ഒരു മലക്കിനോ ഒരു ജിന്നിനോ ഒരു ശൈത്വാനിനോ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബില്ലാഹ്, ഇസ്ലാമെന്ന് പുറത്തു പോകുമെന്നാണ്. ശിർക്ക് ചെയ്യരുത്. അത് കഴിഞ്ഞ ഉടനെ പറഞ്ഞ വാക്ക്, മാതാപിതാക്കളെ വേദനിപ്പിക്കരുതേ. ഇത് പറയുമ്പോൾ ഹലാലായ അള്ളാഹു അനുവദിച്ച പടച്ചവന് പൊരുത്തമുള്ള ഏത് കാര്യം മാതാപിതാക്കൾ പറഞ്ഞാലും കഴിയുന്നത് ചെയ്തു കൊടുക്കണം. മാതാപിതാക്കളെങ്ങാനും മക്കളോട് അന്യായം പറഞ്ഞു, വെറുതെ പറഞ്ഞു, പിന്നെ നീ ഉമ്മാനോട് മിണ്ടണ്ട, അത് കേൾക്കേണ്ട ആവശ്യമില്ല എന്നാ. ഉമ്മ പറഞ്ഞു വാപ്പാനോട് മിണ്ടണ്ട, അവർ തെറ്റിപ്പിരിഞ്ഞ ആൾക്കാരായിരിക്കാം, തൊലാക്ക് ചൊല്ലിയവരായിരിക്കാം. അല്ലെങ്കിൽ വാപ്പ പറഞ്ഞു നിൻ്റെ ഉമ്മാൻ്റെ ആങ്ങളാരോടൊന്നും പോയി മിണ്ടണ്ട കേട്ടോ, എളാപ്പാരോട് മിണ്ടണ്ട, മുത്താപ്പയോട് മിണ്ടണ്ട, അല്ലെങ്കിൽ നിൻ്റെ അനിയന്മാരോട് മിണ്ടരുത്. കുടുംബ ബന്ധങ്ങളെ മുറിച്ചു മാറ്റലാണ്.
അവിടെ പോലും പറഞ്ഞു, നിങ്ങൾ ആ കുടുംബ ബന്ധം മുറിച്ചു മാറ്റണ്ട. വാപ്പ പറഞ്ഞതിന് വാപ്പയെ അറിയിക്കാതെ നിങ്ങൾ അമ്മായിൻ്റെയും അമ്മോൻ്റെ അടുത്തൊക്കെ പോകണം. എന്തേ? അത് അള്ളാഹു വെച്ച നിയമമാണ്. പക്ഷെ വാപ്പ അറിയണ്ട. വാപ്പ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞതല്ലേ? വാപ്പ ചെയ്യണ്ട എന്ന് പറഞ്ഞതിൻ്റെ പ്രകാരം കുടുംബത്തെ മുഴുവൻ മുറിച്ചു മാറ്റണം എന്നാണോ? അത് വാപ്പ അങ്ങനെ പറയാൻ നിൽക്കരുത്. ആദ്യത്തെ വിഷയം അതാ. വാപ്പ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കുക. ഒരു തെറ്റായ കാര്യം ചെയ്യണം എന്നാ മക്കളോട് ഈ പറയണത്. ആ വിഷയത്തിൽ വാപ്പയെ അനുസരിക്കൽ നിർബന്ധമില്ല. പക്ഷേ വാപ്പയെ വേദനിപ്പിക്കാൻ പാടില്ല. വാപ്പ അറിയണ്ട. വാപ്പാക്കത് ഇഷ്ടമല്ല ഓരോ കല്യാണത്തിന് പോണത്. വാപ്പാനെ അറിയിക്കാണ്ട് മെല്ലെ പോയിട്ട് കല്യാണത്തിന് ചോറൊന്ന് പോയിക്കോ. അത് കുടുംബ ബന്ധം ചേർത്തലാണ്. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളും നമ്മുടെ നാട്ടിലും നമ്മുടെ ബന്ധങ്ങളിലൊക്കെ എത്ര പെട്ടെന്ന് ആ കുടുംബ ബന്ധങ്ങളൊക്കെ മുറിച്ചു മാറ്റുകയാണ്. നാട്ടുകാരോട് പോലും ഇല്ലാത്ത ദേഷ്യം സ്വന്തം ചോരയിൽ പിറന്ന ആൾക്കാരോട്. അള്ളാഹുവിൻ്റെ അർശിൻ്റെ തൂണിൽ കൈപിടിച്ചുകൊണ്ട് കുടുംബബന്ധം പറഞ്ഞു എന്നാ, അള്ളാഹുവേ ഹാദാ മഖാമുൽ ആഇദി ബിക മിനൽ ഖതീഅ. പടച്ചവനെ, മനുഷ്യനെ നീ കുടുംബമായിട്ടല്ലേ ഭൂമിയിലേക്ക് ഇറക്കിയത്? ആദം നബിയും ഹവ്വാ ബീവിയും അവരുടെ മക്കള്, വാപ്പ ഉമ്മ മക്കള്. ആ കുടുംബബന്ധം, വാപ്പാകുമ്പോൾ വാപ്പാൻ്റെ ജ്യേഷ്ഠാനുജന്മാർ വരും, ഉമ്മേൻ്റെ അനുജത്തിമാർ, ഏട്ടത്തിമാർ, ആങ്ങളമാർ വരും, വാപ്പാൻ്റെ പെങ്ങന്മാർ വരും, സഹോദരങ്ങൾ വരും, സിബ്ലിങ്സ്. ഇതൊക്കെ ഉള്ളതാണ് കുടുംബം. പടച്ചവനെ, കുടുംബ ബന്ധം മുറിഞ്ഞു പോകാതെ ഒരു ഗ്യാരണ്ടി നീ എനിക്ക് തരണമെന്ന് കുടുംബ ബന്ധം അള്ളാഹുവിൻ്റെ അർശിനെ പിടിച്ചുകൊണ്ട് പറഞ്ഞുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ലു മൻ വസലകി വഅഖ്തഉ മൻ ഖതഅകി. കുടുംബ ബന്ധമേ, നിന്നെ ആരൊക്കെ കൂട്ടിച്ചേർക്കുന്നുണ്ടോ അവരോട് ഞാൻ എൻ്റെ ബന്ധം ചേർത്ത് വെക്കും. നിന്നെ ആര് മുറിച്ചു മാറ്റുന്നുണ്ടോ അവരോട് ഞാനും എൻ്റെ ബന്ധം മുറിച്ചു മാറ്റും. അതുപോരെ എന്ന് കുടുംബ ബന്ധത്തോട് അള്ളാഹു പറയുകയും, അത് മതി റബ്ബേ റദീതു യാ റബ്ബ്, പടച്ചവനെ എനിക്ക് പൊരുത്തമായി എന്ന് കുടുംബ ബന്ധം പറഞ്ഞുവെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വിഷയം അതല്ല. ഇതെല്ലാം പറഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു, അലാ വഖൗലസ്സൂർ. നബി തങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, വഖത്ലുൻ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. മനുഷ്യൻ്റെ ജീവൻ അന്യായമായി പൊലിച്ചു കളയുന്നത്. നമ്മൾ ചോദിച്ചാൽ നമ്മളാരും കൊല്ലണില്ലല്ലോ. വാപ്പാൻ്റെ ബൈക്ക് എടുത്ത് ലൈസൻസ് ഇല്ലാതെ കുട്ടി ഓടിച്ചാൽ, ലൈസൻസ് ഇല്ലാത്ത ഒരു അഡൾട്ട് ഓടിച്ചു എന്ന് വിചാരിക്കുക, അങ്ങനെ ഒരാൾക്ക് വണ്ടി തട്ടിയ ആൾ മരിച്ചു എന്ന് വിചാരിക്കുക, കൊലപാതകത്തിൻ്റെ ശിക്ഷയാണ് അവിടെ. എന്തേ? നിങ്ങൾക്ക് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് ഇല്ലല്ലോ, പിന്നെ എന്തിനത് ഓടിച്ചു? റോഡിൻ്റെ നിയമം പാലിക്കാതെ റൈറ്റിക്ക് പോകണോ ലെഫ്റ്റിക്ക് പോയി, ലെഫ്റ്റിക്ക് തിരിയണടുത്ത് റൈറ്റിക്ക് പോയി, ഓവർ സ്പീഡിൽ പോയി, ആക്സിഡൻ്റായി. അത് ഖത്ലുൻ നഫ്സാണ്, ഇസ്ഹാഖുൻ നുഫൂസ്. മനുഷ്യരുടെ ജീവൻ പൊലിയുന്ന തിന്മകളാണ്, കുറ്റങ്ങളാണ്. കോടതിന് വിധി പറയുമ്പോൾ ഒരു കൊലപാതകത്തിൻ്റെ ശിക്ഷയാവില്ല ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക, എന്നാൽ പോലും അത് കൊലപാതകമാണ്. ഖത്ലുൻ നഫ്സില്ലതി ഹറമല്ലാഹ്. റോഡിലൂടെ നടക്കുന്ന മനുഷ്യർ, റോഡിലൂടെ നടക്കുന്ന വിദ്യാർത്ഥിനികൾ, അങ്ങാടിയിലൂടെ നടക്കുന്നവർ, ടൗണിലൊക്കെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 20 കിലോമീറ്റർ സ്പീഡൊക്കെ ഉണ്ടാവും, 20 or 10 ഒക്കെ ഉണ്ടാവുള്ളൂ, ചിലപ്പം 10 per hour. ഒരു മണിക്കൂറിൽ 10 കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 20 സ്പീഡ് ഇത്രയും ഒരു അങ്ങാടിയിൽ ഓടിക്കാൻ പാടുള്ളൂ എന്നാ. റോഡ് കാലിയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്പീഡ് പോയി എന്ന് വരും. പക്ഷേ ഒരു അങ്ങാടിയിൽ ആളുകളുള്ള സമയം, ആ നേരത്തെ സ്പീഡിൽ ഒരാൾ വണ്ടി ഓടിച്ചു, ഒരാൾക്ക് തട്ടി, അയാൾ മരിച്ചു. കൊലപാതകത്തിൻ്റെ കുറ്റമാണത്. അതൊക്കെ മരിക്കോളം അതിൻ്റെ സങ്കടം തീരുമോ? അതുകൊണ്ട് കുട്ടികളെ ലൈസൻസ് ഇല്ലാതെ ഓടിക്കുക എന്ന് പറഞ്ഞത് വലിയൊരു സംഗതി, അതൊരു വലിയൊരു വിളവാന്ന് വിചാരിക്കരുത്. 18 വയസ്സാകുന്നവരെ കാത്തിരുന്ന്, 18, 17, നാട്ടിൽ ചില കൺട്രീസിലൊക്കെ 17ആണ്, ചില നാട്ടിൽ 18. അവിടെ 18 അല്ലേ? 18 ആവാൻ കാത്തുക്കല്ലേ? അല്ല, അപ്പോൾ